വിശുദ്ധ ഔസേപ്പിതാവിന്റെ 94ാമത്തെ പ്രതിഷ്ഠാ തിരുനാളിൽ വളരെയധികം ഭക്തിയോടും പ്രത്യാശയോടും കൂടെ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഇടവക ജനങ്ങളെ, ഭക്തജനങ്ങളെ, കുഞ്ഞുമക്കളെ ആദ്യമായി ഈ നവീകരിക്കപ്പെട്ട ദേവാലയത്തിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും ഇരുനാളിന്റെ മംഗളങ്ങളും നേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ആൺകുശിതരായ മുതൽ പല പിതാക്കന്മാരും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇടവക ജനങ്ങളെ, ഭക്തജനങ്ങളെ ആശീർവദിക്കുകയും ചെയ്ത് കടന്നുപോയി. ഇന്ന് നമ്മുടെ പ്രതിഷ്ഠാ തിരുനാളാണ്. ആ തിരുനാളിന്റെ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് പല തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം. ഈ കുർബാന കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകണം, നല്ല നല്ല കറികളും വിഭവങ്ങളും ഒക്കെ വീട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് കുർബാന കഴിഞ്ഞ് തിരിച്ചു ചെന്ന് അതൊക്കെ ആസ്വദിക്കണം എന്ന ചിന്തയോടുകൂടി ഇരിക്കുന്ന കുറെ പേര്. അതോടൊപ്പം തന്നെ അടുപ്പിലെ തീ പോലെ ഉള്ളിൽ കനലുമായി ഇരിക്കുന്ന സഹോദരങ്ങളെയും ഒരുപക്ഷെ കണ്ടേക്കാം. മകന് ജോലി കിട്ടുന്നില്ല, മകളുടെ വിവാഹം നടക്കുന്നില്ല, ഏത് സമയത്തും ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് വീട് കെട്ടിക്കൊണ്ട് പോയേക്കാം, ഏതെല്ലാം ആശുപത്രികളിൽ പോയി, പക്ഷേ ഇപ്പോഴും സൗഖ്യം കിട്ടിയിട്ടില്ല, ഏത് സമയത്തും മകന്റെയോ മകളുടെയോ വിവാഹം പൊട്ടിത്തെറിക്കാമെന്ന ഭീഷണിയിൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി എന്നും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇടപെടലുകളൊന്നും കാണാതെ ഭയത്തോടുകൂടി തിരിച്ചു പോകുന്ന മക്കൾ. വേറൊരു വശത്ത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്ന ഭയാനകമായ സംഭവങ്ങൾ. 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ കോവളം ബീച്ചിന്റെ അടുത്തുള്ള പാറമേൽ അട്ടിച്ച് കൊല ചെയ്യുന്നു. 28 വയസ്സുകാരൻ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന അവന്റെ അച്ഛന് ഒരു ആയുധവും കൂടാതെ കൈകൊണ്ടും കാലുകൊണ്ടും അടിച്ചും ചവിട്ടിയും കൊല ചെയ്യുന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീ 2 പെൺകുട്ടികളെയും പിടിച്ച് ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നു. വേറൊരു വക്കീല് ഇതുപോലെ കുട്ടികളുടെ ഞരമ്പ് മുറിച്ച് മീനച്ചില ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് തുടങ്ങി എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടമാടുന്നത്. അതിന്റെയൊക്കെ മധ്യത്തിലാണ് നമ്മൾ. ഇതുപോലെയുള്ള ഭീകരമായ ഭയാനകമായ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നാളെ എനിക്ക് എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കാം, എന്ത് സംഭവിച്ചുകൂടാ എന്ന ചിന്തയോടുകൂടി ഭയവിഹുലരായിരിക്കുന്ന വേറൊരു കൂട്ടം ആളുകൾ. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെയെങ്കിലും പോയി ഇതൊന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്ന് മനസ്സിൽ കരുതി ആത്മഹത്യയുടെ ചിന്തകളുമായി നടക്കുന്ന വേറെ ഒരു കൂട്ടം ആളുകൾ. സ്നേഹമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ നമ്മുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദേവാലയം നവീകരിച്ചു, അതിനുവേണ്ടി അധ്വാനം ചെയ്തു, അതിനുവേണ്ടി നമ്മുടെ പരിമിതമായ വരുമാനത്തിന്റെ ഓഹരി നമ്മൾ കൊടുത്തു. ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി എന്തിനാണ്? ഇതൊക്കെ പാഴവേലയാണോ? ഇതിന്റെയൊക്കെ വല്ല അർത്ഥമുണ്ടോ? ഇതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യം ഒരു പക്ഷേ നമ്മളെയൊക്കെ അറിയാതെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പിടിച്ചു തീർക്കുന്നുണ്ടാകും. ഈ സമയത്ത് അടിസ്ഥാനപരമായി ഒരു വചനം നിങ്ങൾക്ക് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് പുതിയ വചനമൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വചനമാണ്. ജെറമിയ പ്രവാചകന്റെ 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ
നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതൊന്നും ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല, നമുക്ക് നല്ലൊരു ഭാവി തരാൻ വേണ്ടി തന്നെയാണ്. എങ്കിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ നമ്മൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാകണം. ഒരുപക്ഷെ താൽക്കാലികമായി അതിന്റെ ഒന്നും അർത്ഥം നമുക്ക് മനസ്സിലായില്ല എങ്കിലും കാലക്രമേണ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു, അതൊക്കെ നല്ലതിനായിരുന്നു എന്ന് നമ്മൾ തന്നെ സാക്ഷ്യം നൽകുന്ന സമയം അടുത്തു വരും. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവും വേണ്ട. സ്നേഹമുള്ളവരെ, ഇന്ന് ഔസേപ്പിതാവിന്റെ 94ാമത്തെ പ്രതിഷ്ഠാ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയച്ചിയുടെ ഇടവകക്കാരോട് ഔസേപ്പിതാവിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. കാരണം എല്ലാ വർഷവും ഇവിടെ തിരുനാളിന്റെ സമയത്ത് വിശുദ്ധരായിട്ടുള്ള വൈദികർ വന്ന്, വിശുദ്ധിയുള്ള വൈദികർ വന്ന് ഔസേപ്പിതാവിനെ കുറിച്ച് എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരായ പ്രഗത്ഭരായ വൈദികർ ഇവിടെ വന്ന് ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ള ധ്യാന ഗുരുക്കന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടും വിശകലനം ചെയ്ത് എങ്ങനെ നമുക്ക് ഔസേപ്പിതാവിനെ അനുകരിക്കാം എന്നതിനെ കുറിച്ചുമൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ആയതിനാൽ എന്തെങ്കിലും പുതിയത് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ആകെക്കൂടെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഏത് ബിൽഡിംഗ് ആണെങ്കിലും അതിന് ഇഷ്ടിക വേണം, മണൽ വേണം, സിമന്റ് വേണം, മരം വേണം, ഇലക്ട്രിക്കൽ ഐറ്റംസ് വേണം. അത് ഓരോ രീതിയിൽ ക്രമീകരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ, അതേപോലെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് വയ്ക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു പുതിയ മനോഹരമായ ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നിയേക്കാം. ഇത് തോന്നിയാലും ഇല്ലെങ്കിലും സാരമില്ല, അടുത്ത കൊല്ലം വീണ്ടും പ്രതിഷ്ഠാ തിരുനാളുണ്ടാകും. അന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു പ്രശ്നം കേൾക്കാൻ സാധിച്ചുകൊണ്ട് വരും. അപ്പൊ ആ ആശ്വാസത്തിൽ അല്പസമയം ദൈവം നമ്മോട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന അന്വേഷണവുമായി നമുക്ക് ഇരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വചനം വായിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്. അവന്റെ മാതാവായ മറിയയും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവർ സഹവസിക്കുന്നതിന് മുമ്പ് 2 തൂണുകളാണ്. ഒന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞു, 2 വിവാഹം നടന്നിട്ടില്ല, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. കർത്താവിന്റെ ടൈമിംഗ് നോക്കി, കർത്താവ് തെരഞ്ഞെടുക്കുന്ന ടൈമിംഗ്. ഗബ്രിയേൽ മാലാഖ വന്ന്, ദൈവത്തിന്റെ ദൂതൻ വന്ന് ഈ കാര്യം പറയുമ്പോൾ അത് വിവാഹ നിശ്ചയത്തിന് മുമ്പായിരുന്നുവെങ്കിലോ ഒന്നാലോചിച്ചു നോക്കി. വിവാഹ നിശ്ചയത്തിന് മുമ്പായിരുന്നു മറിയം ഗർഭിണിയാകുന്നത് എങ്കിൽ ആ വിവാഹ നിശ്ചയം നടക്കൂ? നടക്കില്ല. അവൾ പ്രസവിച്ചിട്ടാവും ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നു. അതാണ് ദൈവത്തിന്റെ ടൈമിംഗ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, അതേസമയം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കഥയൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് ജോലി കിട്ടിയിട്ടില്ല, എന്തുകൊണ്ട് വിവാഹം നടന്നിട്ടില്ല, എന്തുകൊണ്ട് വിവാഹം നടന്നിട്ട് ഇതുവരെ മക്കളുണ്ടായിട്ടില്ല എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ആവാനായിപ്പെടേണ്ട, കാത്തിരിക്കുക. കാരണം ഭർത്താവിന് കൃത്യമായ പദ്ധതിയുണ്ട്. എപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളുടെ പെരുമഴയായി തീരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇന്നു മുതൽ, ജനിച്ച സമയം മുതൽ ഇനി മരിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യം കലണ്ടർ കർത്താവിന്റെ കയ്യിലുണ്ട്. അത് മനോഹരമാകണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? സഹകരിച്ചാൽ മതി. ദൈവ തിരുമനസ്സിനെ നമുക്ക് സന്മനസ്സാക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? സഹകരിക്കുമ്പോൾ. ദൈവഹിതത്തോട് നമ്മൾ സഹകരിച്ചാൽ അത് സന്മനസ്.
എന്തുകൊണ്ടാണ് നമ്മൾ സഹകരിക്കണം എന്ന് ഞാൻ പറയുന്നത്? കാരണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ തന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സില്ലാത്തവർക്കോ സമാധാനം. അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതും അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, വളരെ കൃത്യമായുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം ജീവിതത്തിൽ സമാധാനമില്ല, ബിസിനസ്സിൽ സമാധാനമില്ല, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ല, വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ല. ഒന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ ദൈവത്തിന്റെ ഹിതത്തോട് സഹകരിക്കുന്നുണ്ടോ? ദൈവഹിതത്തോട്, തിരുമനസ്സിനോട് സഹകരിക്കുന്നതാണ് സന്മനസ്. ഓർത്തിരിക്കുക, തിരുമനസ്സിനോട് സഹകരിക്കുന്നതാണ് സന്മനസ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലാത്തവർക്ക് എന്താണ്? അവരവരുടെ ജീവിതവും നരകമാക്കും, മറ്റുള്ളവരുടെയും ജീവിതം നരകമാക്കും. ഔസേപ്പിതാവിന്റെ അടുത്തത് കാര്യം അവർ പറയുന്നത്, ജോസഫ് നീതിമാനാകയാലും നീതിമാൻ. അതുകൊണ്ടാണ് ഔസേപ്പിതാവിനെ തെരഞ്ഞെടുത്തത്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടി ദൈവം കാത്തിരുന്നത്. നടക്കട്ടെ. പിന്നെ ഒരാളെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. വിവാഹ നിശ്ചയത്തിന് മുമ്പാണ് മറിയം ഗർഭിണിയായത് എങ്കിൽ ഏതൊക്കെ കല്യാണത്തിന്റെ പ്രൊപ്പോസൽ വന്നോ അവരെയൊക്കെ ചെന്ന് പറയേണ്ടി വരും. പിന്നെ ആരും സഹകരിക്കില്ല എന്നൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം കാത്തിരുന്നു വിവാഹ നിശ്ചയം നടക്കാനായിട്ട്. നീതിമാനായ കാര്യം ആയതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ മനസ്സിലാക്കണമെന്ന് ദൈവത്തിന് അറിയാം. അതിന്റെ അടുത്ത വാക്ക്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും. സ്വന്തം ഭാര്യയെ അപമാനിതയാക്കാൻ ഔസേപ്പിതാവ് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തണം. നമ്മുടെ ഭാര്യമാരെ ഒരിക്കലും അപമാനിതരാക്കാൻ ശ്രമിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഭാര്യയിലും ഭർത്താവിലും പരസ്പരം നമ്മൾ അപമാനിതരാക്കാൻ നോക്കരുത്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ പരസ്പരം ബഹുമാനിക്കണം, ആദരിക്കണം. പരസ്പരം കുറ്റവും പറഞ്ഞ് ഉള്ളതും ഇല്ലാത്തതും നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞ് വൃത്തികേടാക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഇത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ആരെയും അപമാനിതരാക്കരുത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ എത്രയോ പേര് അപമാനിതരായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ ഉള്ളതും ഇല്ലാത്തതും മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവരുടെയും വാക്കുകളിൽ കേട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ പറഞ്ഞു കൂട്ടുന്നവരുടെയും എഴുതുന്നവരുടെയും ഒക്കെ തലയിലുണ്ടാകുന്നു. നമ്മൾ ആരെയും അപമാനിക്കാൻ ശ്രമിക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥിതികളുണ്ട്. ആ വഴിക്ക് പോകട്ടെ. നമ്മൾക്ക് ഒരു അഭിപ്രായമൊന്നും പറയണ്ട. കാരണം അതൊക്കെ നമ്മുടെ കുടുംബത്തിന് നാശം വരുത്തും. അപ്പൊ നമ്മൾ കുടുംബത്തിന് ഉള്ളിലുള്ളവരെയോ പുറത്തുള്ളവരെയോ ആരെയും നമ്മൾ അപമാനിക്കാൻ പോകണ്ട. ഔസേപ്പിതാവിനെ കുറിച്ച് പറയുകയാണ്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഔസേപ്പിതാവ് എന്താണ് ചെയ്തത്? അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക എന്ന് വെച്ചാൽ സ്വയം അപമാനിതനാകാൻ പോകുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയായി, ഇവൻ മുങ്ങിക്കളഞ്ഞു എന്ന് പറയും. ഇവൻ തമ്മാടിയാണല്ലോ, ഇവനെ പിടിക്കും. സ്വയം അപമാനിതനാകാൻ പോവുകയാണ് ആവശ്യത്തിലാണ്. തന്റെ ഭാര്യയുടെ മാനം കാത്തു സൂക്ഷിക്കാൻ. ഇങ്ങനെ വേണം കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും മാനം കാക്കാനായിട്ട് സ്വയം ഇല്ലാതാകുക. അവിടെയാണ് കുടുംബത്തിലെ മനോഹാരിത നമ്മൾ കാണുക. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അങ്ങനെ രഹസ്യത്തിൽ ആരോടും പറയാതെ രഹസ്യത്തിൽ മുങ്ങാൻ, അവളെ ഉപേക്ഷിക്കാൻ ഔസേപ്പിതാവ് തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അവളെ അപമാനിതയാക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അല്ലാതെ വേറെ പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. മാതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ തീരുമാനം എടുത്തപ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുന്നു. ഭാര്യയെയോ ഭർത്താവിനെയോ
അപമാനിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ദൂതൻ വരുന്നു, ദൈവം ഇടപെടുന്നു. പരസ്പരം അപമാനിക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവം ഇടപെടും. എല്ലാം ദൈവം ക്രമീകരിച്ചു കൊടുക്കും. ഇല്ലെങ്കിലോ സാത്താൻ ഇടപെടും, പിരികേറ്റും, മറ്റുള്ളവരെ എരിതീയിലേക്ക് എണ്ണ ഒഴിക്കും, ആളിക്കത്തും, പുറത്തുള്ളവർ കൈയടിക്കും. പക്ഷെ പോയതാർക്ക? സ്വന്തം കുടുംബത്തിന്. നമ്മൾ കർത്താവിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയാൻ നമുക്ക് ചങ്കൂറ്റം വേണം. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും ഇത് ദൈവത്തിന്റെ പ്ലാനാണെങ്കിൽ അത് നടക്കട്ടെ, ഇപ്പോ അത് നടക്കട്ടെ. അങ്ങനെ നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ മുഖത്ത് നിന്നും ആർക്കും പുഞ്ചിരി എടുത്ത് കളയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ജനം പറഞ്ഞേക്കും അവളെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചേക്കാം. പക്ഷെ നമ്മുടെ മുഖത്തു നിന്നുള്ള പുഞ്ചിരി ഒരിക്കലും ഒരാൾക്കും എടുത്തു മാറ്റാൻ പറ്റുകയില്ല. കാരണം നമ്മൾ വിട്ടുകൊടുത്തു. ദൈവമേ, ഇത് നിന്റെ ഇഷ്ടമാണ് എങ്കിൽ അത് നടക്കട്ടെ. നമ്മൾ പരസ്പരം അപമാനിക്കാനോ അവഹേളിക്കാനോ കുറ്റം പറയാനോ മുതിരരുത്. അപ്പോൾ ദൈവം ഇടപെടും. ഇല്ല എങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. നാച്ചുറലി ഇടപെടും എന്ന് മനസ്സിലാക്കുക. ദൈവം ഇതുപോലെ ഇടപെടുമ്പോൾ ഇടപെട്ടില്ല എങ്കിൽ, അതായത് ഔസേപ്പിതാവ് ഉപേക്ഷിച്ചു, രഹസ്യത്തിൽ ഉപേക്ഷിച്ചത് പോയി എന്ന് വിചാരിക്കും, എന്ത് സംഭവിക്കും? മറിയം കൊല്ലപ്പെടും. അവർ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലും, മറിയത്തെ കൊല്ലും. നഷ്ടമാർക്കാണ് ആ കുടുംബത്തിന്, നമ്മുടെ ലോകത്തിന്. അവർ ഒരുമിച്ച് നിന്നപ്പോഴോ, ഈ പ്രതിസന്ധിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നപ്പോൾ എന്തുണ്ടായി? അവർക്ക് ഈ ലോകത്തിന് ഈശോയെ കൊടുക്കാൻ പറ്റി. കുടുംബമാകുന്ന അൾത്താരിയിൽ ഭാര്യയും ഭർത്താവും ബലിയാകാൻ തയ്യാറായാൽ ഈശോയെ കിട്ടുന്നത് മക്കൾക്കാണ്. മക്കളത് കാണും. അങ്ങനെ ഈശോയെ കിട്ടിയ മക്കളെ ഈ ലോകത്തിന് തൊടാൻ പറ്റില്ല. അവർ ശക്തരായിരിക്കും. കാരണം അവരുടെ കൂടെ ദൈവമുണ്ട്. പിന്നെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ മക്കൾ പിടിച്ചു നിൽക്കും. അവരൊന്നും ഒരു കെണിയിലും പെടില്ല. ശാന്തതയുള്ള സ്നേഹമുള്ള കുടുംബങ്ങളായിട്ട് മാറും. കാരണം അവരുടെ കൂടെ അവർക്ക് ഈശോയെ കിട്ടും. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈശോയെ കിട്ടാത്തത് കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് സഹിച്ച് കുടുംബം എന്ന അൾത്താരയിൽ സ്വയം ബലിയായിട്ട് മാറുക. അപ്പോൾ ഈശോയെ കിട്ടും. ഇതാണ് ഔസേപ്പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ചിലര് ലോകത്തിന് ശാന്തി ഉണ്ടാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ അഹോരാത്രം ഓടി നടന്ന് പരിശ്രമിക്കുന്നു. ഇവിടെ സ്വന്തം വീട് കട്ടപ്പനയാണ്. നമുക്ക് ലോകം നന്നാക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഭവനത്തെ സെറ്റ് ചെയ്യാം. അതിന് ആദ്യപോലെ വേണ്ടത് ജെറമിയ പ്രവാചകന്റെ 29:11 ആദ്യം പറഞ്ഞ ആ വാക്യം. ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് നമ്മൾ സഹകരിക്കുക. ഇത് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മനോഹരമായ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുക, 2 മുഖവായ 5:19 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ഞാൻ ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി വിശുദ്ധ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഏതെങ്കിലും സമയത്ത് പിടിവിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഓടി വരണം. ഇവിടെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഈശോയുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മുമ്പേ സ്വയം ഏറ്റെടുത്ത ഈശോ. ആ ഈശോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ തീരും. കാരണം ഈശോ സഹിക്കാത്ത ഒരു സഹനവും നമുക്കില്ല. ആദ്യത്തിന്റെ സമയം മുതൽ ലോകാവസാനം വരെ ജനിച്ച് മരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഏതെല്ലാം തരത്തിൽ സഹനങ്ങൾ വരാമോ അതൊക്കെ അഡ്വാൻസ് ആയിട്ട് ഈശോ സഹിച്ചു. കഴിഞ്ഞ പീഡാസഹന
നമ്മുടെ ആഴ്ചയിൽ വലിയ ആഴ്ചയിലും ദുഃഖ വെള്ളിയാഴ്ചയും ഒക്കെ നമ്മൾ വളരെയധികം ധ്യാനിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആർക്കും ഒരു സഹനം എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇത് ഈശോ സഹിച്ചിട്ടില്ല എന്ന്. കാരണം അതെല്ലാം സഹിച്ചതുകൊണ്ടാണ് മനുഷ്യ കുലത്തിന്റെ രക്ഷകനായി അവൻ വന്നു എന്ന് നമ്മൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് ദൈവം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. സാത്താൻ പറയും, പിന്നെ ഇത്ര നാളെ ജീവിച്ചു, ഞാൻ മാറ്റം, ഇതുപോലെ പോയാൽ മതി എന്ന് സാത്താൻ നമ്മളോട് പറയും. നമ്മൾ ചെവി കൊടുക്കുന്നത് ഒരുപക്ഷെ പലരോടും എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് ഈ സമയത്ത് ഔഷധപിതാവിന്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പറയുന്നുണ്ടായിരിക്കാം. അതൊന്ന് ക്യാപ്ചർ ചെയ്യുക, അതൊന്ന് പിടിച്ചെടുക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമാണ്, മക്കൾ വിജയം പ്രാപിക്കും. ഇന്നത്തെ ദിവബലിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതായിരിക്കും. ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാനും കുറെയൊക്കെ ഇതൊക്കെ കണ്ടത് തന്നെ. പക്ഷെ ദൈവത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് അതൊന്നും നമ്മെ ഏശിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കഴിവല്ല, ദൈവത്തെ മുറുകെ പിടിച്ചോ. എന്തിന്റെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരൊറ്റ പദ്ധതി മനസ്സിലാക്കി നിന്നാൽ, നടന്നാൽ സ്നേഹമുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്നതിനാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. നിശബ്ദനായി ഔസേപിതാവ് തന്നെ ഏൽപ്പിച്ച കടമകൾ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നുപോയി. നമ്മളും കടന്നു പോകണം. ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയി. അതിനു മുമ്പ് ബെനഡിക്ട് മാർപ്പാപ്പ കടന്നുപോയി. അതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കടന്നുപോയി. എന്നിട്ടും ലോകം അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ലോകത്തെ പിടിച്ചു നിർത്താനോ പിടിച്ചു കുലുക്കാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, നമ്മുടെ കാര്യം നോക്കാം. പറ്റാവുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് അധികം ബഹളമൊന്നും വെക്കാതെ, കീപ്പിംഗ് എ ലോ പ്രൊഫൈൽ എന്ന് പറയുന്നത്, കീപ്പ് എ ലോ പ്രൊഫൈൽ. വലിയ ബഹളത്തിന് ഒന്നും പോകണ്ട. നമ്മൾക്ക് കർത്താവ് സമാധാനവും സന്തോഷവും സമ്പത്തും സൗകര്യങ്ങളും സൗഖ്യവും സുരക്ഷിതത്വവും സംതൃപ്തിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ദൈവം കൊടുക്കും അവരുടെ സഹകരണം അനുസരിച്ച്. എനിക്ക് ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിടിക്കാനൊന്നും പോകണ്ട. നമ്മൾ നിശബ്ദരായ ശാന്തമായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, മത്തായി 5:6 പറഞ്ഞിട്ടുള്ളത്, നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ സംതൃപ്തരാകും. അവർക്ക് സംതൃപ്തി ലഭിക്കും. നമുക്ക് വേണ്ടത് സംതൃപ്തിയാണ്. കാശുണ്ട്, സംതൃപ്തിയിലേക്ക് തൊഴില്. മക്കളുണ്ട്, സംതൃപ്തിയിലേക്ക് തൊഴില്. സ്ഥലം വാങ്ങി, സംതൃപ്തിയില്ല. ബിസിനസ്സുണ്ട്, സംതൃപ്തിയില്ല. എന്തിന് ഇന്ന് പെരുന്നാൾക്ക് കറി വെച്ചു, സംതൃപ്തിയിലേക്ക് പോയില്ലേ? വായി വയ്ക്കാൻ കൊള്ളില്ലല്ലോ. നമുക്ക് വേണ്ടത് സംതൃപ്തിയാണ്. പക്ഷേ ഈ സംതൃപ്തിക്ക് മുമ്പായിട്ട് 9 വേറെ കാര്യങ്ങൾ വേണം. അതെന്താണ്? സമാധാനം. അതാണ് സമാധാനം. അതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈശോ ജനിച്ചപ്പോഴും അത്യുന്നതന്റെ ദൈവത്തിന് സ്തുതി സന്മനുഷ്യർക്ക് സമാധാനം. ഈശോ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് സമാധാനം. അപ്പൊ സമാധാനം അടിസ്ഥാനപരമായതുകൊണ്ടാണ്. ഏറ്റവും ആദ്യം സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകും, ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാകും. സ്നേഹം എന്ന് പറയുന്നത് എടുക്കുന്ന സ്നേഹമല്ല, കൊടുക്കുന്ന സ്നേഹം. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് അവരുടെ കയ്യിൽ ഏതൊക്കെ എടുത്തു കൊടുക്കും. ഒരു മടിയില്ല, എടുത്തു കൊടുക്കും. ചിലപ്പോൾ അവർക്ക് പോലും ആവശ്യമുള്ള സാധനമായിരിക്കും, പക്ഷെ അവരെടുത്ത് കൊടുക്കും. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധമായ നിഷ്കളങ്കമായ സ്നേഹമുണ്ട്. അങ്ങനെയുണ്ടെങ്കിലോ സഹോദരി ഉണ്ടാകും. സാഹോദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. സാഹോദര്യം ആണാണോ പെണ്ണാണോ വ്യത്യാസം ഉണ്ടാവില്ല. ആണായാലും പെണ്ണായാലും നമ്മുടെ ഉള്ളിൽ സാഹോദര്യം ഉണ്ടെങ്കിൽ ഒരു വിവേചനവും ഇല്ലാതെ നമുക്ക് പെരുമാറാൻ പറ്റും. ഇത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മനസ്സിലേക്ക് വരികയില്ല. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പുറത്തു പോകും. നമുക്ക് സാഹോദര്യം ഉള്ളിലുണ്ടാകണം. അപ്പോൾ അശ്ലീല ചിന്തകളോ അങ്ങനെയുള്ള ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. സാഹോദര്യം ഉണ്ടെങ്കിലോ സമത്വം ഉണ്ടാവും. എന്താണ് സമത്വം? പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഈ വ്യത്യാസം ഉണ്ടാകില്ല. പുലയനാണോ പുറയനാണോ നമ്പൂരിയാണോ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകില്ല. ഈ വക രാഷ്ട്രീയമൊന്നും നമുക്കുണ്ടാകില്ല. കാരണം നമുക്ക് എല്ലാവരും സമന്മാരാണ്. കാരണം എല്ലാവരും ദൈവമക്കളാണ്. സമത്വം ഉണ്ടെങ്കിലോ സൗമ്യത ഉണ്ടാകും. സൗമ്യത പൊട്ടിത്തെറ്റിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെയും തോന്നിയിരിക്കേണ്ട കാര്യമില്ല. ഭാര്യയെ ഭർത്താവിന് ഭാര്യയോ
മാതാപിതാക്കൾ മാതാപിതാക്കളെയോ ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യമില്ല. സൗമ്യത ഉണ്ടാവും. സൗമ്യത ഉണ്ടെങ്കിലോ സൗഖ്യം ഉണ്ടാവും. എന്താ കാരണം? മനസ്സിന് ശാന്തതയാണല്ലോ. അപ്പൊ കഴിക്കുന്ന മരുന്ന് കഴിക്കും. അസുഖം വന്നാൽ തന്നെ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടുവരും. അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും ഉള്ളിന്റെ സൗമ്യത ഇല്ലാത്തതുകൊണ്ട് തൂക്കേട് മാറില്ല. അപ്പൊ സൗമ്യത ഉണ്ടെങ്കിലോ നമുക്ക് സൗഖ്യം ഉണ്ടാവും. സൗഖ്യമുണ്ടെങ്കിൽ എന്തുണ്ടാകും? സമൃദ്ധി ഉണ്ടാകും. അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ടെസ്റ്റിന് എന്തെങ്കിലും ഒരു സംശയമായിട്ട് പോയി കഴിഞ്ഞാൽ അവര് നമ്മൾ പിഴിഞ്ഞ്, കാരണം 30-40 ലക്ഷം ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അത് കട്ടാൻ പറ്റില്ല. രോഗികളായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ പിടിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്നത്തെ കാലം അങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അസുഖം വരാതിരിക്കാൻ നല്ലത്. അപ്പൊ നേരത്തെ നമ്മുടെ സമാധാനം, സന്തോഷം, സാഹോദര്യം, സമത്വം, സൗമ്യത ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൗഖ്യം ഉണ്ടാവും. സൗഖ്യം ഉണ്ടെങ്കിലോ കയ്യിലുള്ള കാശ് കഴിഞ്ഞിരിക്കും. സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 9ാമത്തെ സൗഭാഗ്യം കിട്ടും. എന്താണ്? സുരക്ഷിതത്വം. നമുക്ക് ഭയമില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും പേടിയ 100 കോടി ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കാൻ ഇത് കഴിഞ്ഞാലുള്ള പേടിയാണ്. സുരക്ഷിതത്വമില്ല. ആ സ്ഥാനത്ത് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. അങ്ങനെ 9ാമത്തെ സുരക്ഷിതം കിട്ടിയ 10ാമത്തെ സൗഭാഗ്യമാണ് സംതൃപ്തി. അതാണ് ഞാൻ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മത്തായി 5:6. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും. ഈ 10 സൗഭാഗ്യങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാം തുടങ്ങുന്നത് സ എന്ന വാക്കിലാണ്. സ എന്ന വാക്കിലാണ്. പക്ഷെ അത് നശിപ്പിക്കുന്ന ശത്രു സായാണ്, സാത്താൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. മത്തായി 6:24 പറയുന്നത് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. 3ാമത്തെ യജമാനനില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തവൻ സാത്താൻ ആരാധകനാണ്. അപ്പൊ ചിലർ ഞാൻ സാത്താൻ ആരാധിക്കുന്നില്ല. ഈ സാത്താൻ ആരാധിക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണണം. നീ ദൈവത്തെ ആരാധിക്കുന്നില്ല, അതില്ല. ദൈവത്തിന് കിട്ടുന്ന ആരാധന തട്ടിയെടുക്കാൻ നോക്കിയതാണ് സാത്താൻ. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത് സന്തോഷിക്കുന്ന ആരാണ്? സാത്താനാണ്. അപ്പൊ നമ്മൾ അവരെ പക്ഷേ അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ സാത്താൻ ആരാധനയായിട്ട് മാറുകയാണ്. കാരണം ദൈവത്തെ ആരാധിക്കുന്നില്ല. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നില്ല? എനിക്ക് സമയമില്ല. അപ്പൊ നമ്മൾ മറ്റു പക്ഷത്തേക്ക് അറിയാതെ ചാഞ്ഞു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കുടുംബങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ആരാധിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. സഭയ്ക്കകത്ത് പോലും ചിലപ്പോൾ ആരാധിക്കാൻ സമയമില്ല. ദിവികാരനെ ആരാധനയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വരുന്നു? സമയമില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. അതുകൊണ്ട് ആരാധിക്കാൻ പോകണമെങ്കിലും 4 സാ വേണം. എന്താണ് 4 സാ? സമയം വേണം, സൗകര്യം വേണം, സാമ്പത്തികം വേണം, പിന്നെ സന്മനസ്സും വേണം. അപ്പൊ സ്നേഹമുള്ളവർ, ഈ തിരുനാളിന്റെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കാം. പള്ളി മാത്രം നവീകരിക്കാൻ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്താഗതികളെ നമുക്ക് ഒന്ന് നവീകരിക്കാം. നേരത്തെ പറഞ്ഞ് നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്താൽ മാത്രം പോരാ. നീതി പ്രവർത്തിക്കണം. ആശയന്മാരുടെ മാത്രം ഉണ്ടായ പോലെ നീതി പ്രവർത്തിക്കണം. ഔസേപ്പിതാവ് നീതിമാനായിരുന്നു. ഔസേപ്പിതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ നമുക്ക് യോഗ്യത വേണമെങ്കിൽ നമ്മൾ നീതി പ്രവർത്തിക്കണം. ആരോടെങ്കിലും നീതി പ്രവർത്തിക്കേണ്ട 4 ആളുകളോട്. ദൈവത്തോട് ആദ്യം നീതി പ്രവർത്തിക്കണം. ദൈവത്തോട് നമ്മൾ ദൈവത്തോട് നീതി. അതാ കർത്താവ് പറഞ്ഞത്, സീസൺ നടക്കുന്ന സീസണിലും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. എന്താണ് ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടത്? പുറപ്പാടിന്റെ 8:1 പറയുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പൊ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആരാധന. അതുകൊണ്ടാണ് ആരാധിക്കാത്തവർ ദൈവത്തിന്റെ എതിരാളികളായി ഒരുപക്ഷെ എണ്ണപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. 2, മരിച്ചവരോട് നീതി കാണിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7:33 പറയുന്നു, മരിച്ചവരോടുള്ള കടമ നിങ്ങൾ മറക്കരുത് എന്ന്. മക്കൾക്ക് പോലും അപ്പനമ്മ മരിച്ചു കഴിഞ്ഞാൽ ചവടപ്പിന് വരാനോ ഇത് പ്രാർത്ഥിക്കാനോ പറ്റാത്ത സാഹചര്യമാണ്. താത്താൻ അവിടെയും ജീവിച്ചു. മരിച്ചവർക്കുള്ള കടമ പൂർത്തിയാക്കാൻ നമ്മുടെയൊക്കെ വിചാരം വർഷത്തിൽ 1 പ്രാവശ്യം കുർബാനയും ചെയ്യും, ഒഫീസിൽ ചെല്ലി 4 ആൾക്ക് ഭക്ഷണം കൊടുക്കും, ക്ഷേമ എന്ന്. അതൊന്നും പോരാ. അതൊക്കെ ശുഷ്കമാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ 1 വർഷത്തേക്ക് ആ വീട്ടിൽ സെലിബ്രേഷൻ ഇല്ല. അല്ലെങ്കിൽ ആ 40 ദിവസം അവർ നോമ്പെടുക്കും. എന്നാരാ നോമ്പെടുക്കുന്നത്? അവിടെ പോയി പിന്നെ ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഒഴിയ ഒരു പ്രശ്നത്തിന് പുറമെ മറ്റു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അന്ന് നീതി പ്രവർത്തിക്കുന്നില്ല. മരിച്ചവരോട് നീതി പ്രവർത്തിക്കുന്നില്ല. വേണ്ടപ്പോൾ നീതി പ്രവർത്തിക്കുന്നില്ല. 3, അവരോട് നമ്മൾ നീതി പ്രവർത്തിക്കണം. വിശക്കുന്ന വയറുള്ള ഒരുവന് 1 പൊതി ചോറ് കൊടുത്താൽ നീതി പ്രവർത്തിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുക.
വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് തോന്നും, കാരണം നമ്മുടെ സാധാരണ നമ്മൾ തലയിൽ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. വിശക്കുന്ന ഒരുവന് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ നീതിയായി. പക്ഷേ അവിടെ നമ്മൾ പരാജയപ്പെടുന്ന എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അടുത്തേക്ക് ഇവനെ നമ്മൾ കൊണ്ടുപോയാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവനത് കിട്ടും. പക്ഷെ അത് നമ്മൾ പറയില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവൻ അവിടെ ഇരിക്കും. ഒരു ക്രൂരതയല്ലേ, അത് അനീതിയല്ലേ? നമ്മൾ ചെയ്തതല്ല, അവന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന, ഭക്ഷണം മാത്രമല്ല എല്ലാം കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ അവനെ കൊണ്ടുപോകണം. അതാണ് മത്തായി 6:33 പറഞ്ഞിട്ടുള്ളത്. എന്താണ് മത്തായി 6:33? ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക. അതോടൊപ്പം എല്ലാം കിട്ടും. അതോടൊപ്പം എല്ലാം കിട്ടും. ഒരു ചോറ് മാത്രമല്ല, കിഡ്നി മാത്രമല്ല, അവന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കിട്ടും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരെ ദൈവത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എല്ലാവരും അത് മതപ്രവർത്തനമല്ല, അത് മതപ്രവർത്തനമല്ല. അങ്ങനെ അത് മതപ്രവർത്തനമാണെന്ന് നമ്മളെ പേടിപ്പിച്ചു വെച്ചിരിക്കുക, നെഗറ്റീവാക്കി വെച്ചിരിക്കുക. അത് മതപ്രവർത്തനം, അത് പരസ്നേഹ പ്രവൃത്തിയാണ്. കാരണം ഒരു പൊതി ചോറ് കൊടുക്കുന്നത് പരസ്നേഹ പ്രവൃത്തിയാണ് എങ്കിൽ ഈ നമ്മൾ അവനെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയ ഒരു പൊതി ചോറ് മാത്രമല്ല, ചോറ് കിട്ടുന്നു, വസ്ത്രം കിട്ടുന്നു, പാർപ്പിട കിട്ടുന്നു, അവന് മക്കൾ കിട്ടുന്നു, കല്യാണം നടത്തുന്നു, ജോലി കിട്ടുന്നു, അവന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവന് കിട്ടുന്നു. വലുത് അതിനേക്കാൾ വലിയ ശ്രേഷ്ഠമായ പരസ്നേഹ പ്രവൃത്തിയുണ്ടോ? ഇല്ല. പക്ഷെ സാത്താൻ നമ്മളെ മനസ്സിൽ തിരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നത് ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് മതപ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ മതപ്രവർത്തനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പരസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ അവരെ അതിനോട് നീതി കാണിക്കണമെങ്കിൽ അവരെ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. നാലാമത് നമ്മൾ നമ്മോട് തന്നെ നീതി കാണിക്കണം. നമ്മൾ നമ്മോട് നീതി കാണിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ആത്മാവിന് ആത്മീയമായിട്ടുള്ള പോഷണം നമ്മൾ കൊടുക്കണം. പ്രവാണിക്കൊന്നും അപ്പുറത്തേക്ക് വെച്ച് അതൊക്കെ കൊടുക്കണം. അങ്ങനെയല്ലോ നമ്മൾ ദൈവത്തിന്റെ അടുത്തിരിക്കണം. ദൈവത്തിന് നമ്മെ തന്നെ നമ്മൾ കൊടുക്കണം. ദൈവം പറയുന്നത് എനിക്ക് നിന്റെ വാക്കും വേണ്ട, നിന്റെ പ്രാർത്ഥനയും വേണ്ട. ദൈവം പറയുന്നത് എനിക്ക് നിന്റെ വാക്കും വേണ്ട, നിന്റെ പ്രാർത്ഥനയും വേണ്ട, എനിക്ക് നിന്നെ മതി. സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് പുനർനിർമ്മാണം ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ. ഇനി അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പോയി ഉച്ചതിരിഞ്ഞ് 5 മണി വരെ ഇരുന്നാലും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് തന്നെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേക്ക് കർത്താവ് പറയുന്ന അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അനുസരിക്കുക. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുക. സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ആ സ്നേഹം കാണാതെ പോകരുത്. കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് എന്താണ്? കുരിശിലെ സഹനം. തെറ്റിപ്പോയി. കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സഹനമല്ല കാണേണ്ടത്, അതിന്റെ പുറകിലുള്ള സ്നേഹമാണ്. ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, നിങ്ങളുടെ കയ്യിൽ 2 മിഠായി കോഫിയുണ്ട്, 2 പിള്ളേർ വരുന്നു, 2 പേർക്കും കോഫി കൊടുത്തു. ഒരുത്തനത് താങ്ക് യു മാഡം, അല്ലെങ്കിൽ താങ്ക് യു അങ്കിൾ, അല്ലെങ്കിൽ താങ്ക് യു ആന്റി എന്ന് പറയും. അവൻ പുറത്തോട്ട് പോയി. രണ്ടാമത്തവൻ ഒരു താങ്ക് യു പറയുന്നില്ല, പക്ഷെ കെട്ടിട്ട് വാങ്ങിയിട്ട് അവൻ അവിടെ നിൽക്കുക. അവൻ പുറത്തു പോകുന്നില്ല, അവനിങ്ങനെ തൃപ്തിപ്പെട്ടി നിൽക്കുക. ഈ 2 പേരിൽ വ്യത്യാസം അറിയാം. ആദ്യത്തവൻ കോഫി കിട്ടി, താങ്ക് യു അങ്കിൾ എന്ന് പറയാൻ പോയി. അവൻ ചെയ്തത് ബിസിനസ്സാണ്. ഗിവ് ആൻഡ് ടേക്ക്. യു ഗേവ് മി കോഫി, കോഫി തന്നു, ഞാൻ താങ്ക് യു പറഞ്ഞു. നമ്മൾ നമ്മുടെ ബന്ധം തീർന്നു. മറ്റവൻ അങ്ങനെയല്ല. അവന് കോഫിയാണ് കൊടുത്തതെങ്കിലും അവന് കിട്ടിയത് സ്നേഹമാണ്. അതുകൊണ്ടാണ് അവൻ പുറത്തു പോകാതെ അവിടെ നിൽക്കുന്നതിന്. കാരണം ചെറുപ്പം മുതൽ നമ്മുടെ തലയിൽ അടിച്ചു കയറ്റില്ല. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഉപകാര സ്മരണ നമ്മളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ പള്ളിയിൽ വരുന്നതിനാൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. അതല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ സ്നേഹം എന്ന് കാണേണ്ടത്. അതാണ് യോഹന്നാന്റെ 3:16 കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അവൻ ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഇത് കാണാതെ പോകുന്നത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ പല പ്രശ്നങ്ങളും. മാതാപിതാക്കൾ സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നു, മക്കൾക്ക് സ്വത്ത് കിട്ടി, പക്ഷെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയില്ല. അതുകൊണ്ട് വൃദ്ധസദനത്തിൽ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അവര് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ചേക്കേറുന്നു. മാതാപിതാക്കൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ. കാരണം അവർക്ക് സ്നേഹം കിട്ടി, അപ്പന്റെ മുതല കിട്ടി. ആ സ്ഥാനത്ത് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിലോ മുതലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവർ മാതാപിതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കും. അത്യാവശ്യം ചിന്തിക്കാനുള്ള രാഷ്ട്രീയം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുക. ദൈവം നിങ്ങൾ പ്രവർത്തിക്കട്ടെ. വിശുദ്ധ ഔഷധരാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കെല്ലാവർക്കും ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ. ഈ പള്ളിയായാലും ഈ ഇത്ര മനോഹരമായിട്ടുള്ള മധുപകയാണ്. കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ടുണ്ട്. സ്വർഗമാണല്ലോ ഇത്.
ഇതിന്റെയൊക്കെ പുറകിലുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കാണാൻ മറക്കരുത്, മടിക്കരുത്. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുന്ന പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ